Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Yes, okay, നമുക്ക് start ചെയ്യാം. Sound okay ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes, okay. So in the last class നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് അല്ലെ? പെർഫോമൻസ് മാനേജ് ചെയ്യണം, അത് എങ്ങനെയാണ്, അതിന്റെ പ്രോസസിങ് സ്റ്റേജുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ്. പ്ലാനിങ്ങിലും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ളത്, ആ സ്റ്റേജ് ആദ്യം തന്നെ എന്താണ്, എന്ത് സ്റ്റേജ് ആണ് നമ്മൾ പെർഫോമൻസ് മാനേജ് ചെയ്യേണ്ടത്, ആ പറയുന്ന കാര്യങ്ങള് HR മാനേജ്മെന്റ്, അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ ബിസിനസ് സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് ഒക്കെ എന്താണ്, ആ ഒരു ജോബ്, ഏത് ജോബിനെ കുറിച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്, അതിനെ കുറിച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അതിനകത്ത് ക്ലിയർ ആയിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് ആണ്, ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. എംപ്ലോയീസിനെ അതിനോടൊപ്പം ആ ഒരു സ്റ്റേജ് ഇന്ന കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇന്ന ലക്ഷ്യങ്ങളാണ് നമ്മൾക്ക് ആ ഒരു ജോബ് പെർഫോമൻസിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാനേജ്മെന്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ ഒരു കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഓരോ ജോബിനെ കുറിച്ചും എന്താ പറയാ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ they can easily understand എന്താണ് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഒരു അവരുടെ അപ്പൊ അവര് എന്തൊക്കെ സ്കിൽ ആൻഡ് നോളജ് അവരുടെ ജോലിക്ക് വേണ്ടി അവർ ഉപയോഗിക്കണം, ആൻഡ് എങ്ങനെ നമുക്ക് കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാം. അത് ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. ദെൻ അപ്രൂവൽ സ്റ്റേജ് ആണ്. മാനേജ്മെന്റും എംപ്ലോയീസും കൂടി ഒരുമിച്ച് ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു മാനേജ്മെന്റും എംപ്ലോയീസും. അത് അപ്രൂവ് ചെയ്തു, നമ്മൾ ഇത് ഇങ്ങനെ ഒരുമിച്ച് നേടിയെടുക്കും, നമ്മുടെ ലക്ഷ്യം നിന്റെ എന്റെ എന്നുള്ളത് മാറ്റി നമ്മുടെ ലക്ഷ്യമാക്കി അത് എന്താ പറയാ അപ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ഒരുമിച്ചാണ് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ രണ്ടാമത്തെ പ്രോസസ് ആണ് കോച്ചിങ്. സോ കോച്ചിങ് എസ്പെഷ്യലി ടു ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ്. അവർ ചെയ്യുന്ന ജോലി എങ്ങനെയൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് കണ്ടക്ട് സം റെഗുലർ മീറ്റിംഗ്സ് which may be monthly അല്ലെ, മന്ത്ലി ആയിട്ടുള്ള ചില മീറ്റിംഗ്സ് സംഘടിപ്പിക്കാം. അപ്പൊ ആ സംഘടിപ്പിക്കുന്നതിലൂടെ പെർഫോമൻസ് ഒക്കെ ഡൗൺ ആയി പോയവരുണ്ടെങ്കിൽ ആ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കാം, കറക്ഷൻസ് എടുക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് മീറ്റിംഗ്സ് സംഘടിപ്പിക്കുക, കണ്ടക്ട് ചെയ്യുക. അത് വൺസ് ഇൻ എ മന്ത് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത് കോമൺലി. പക്ഷെ ചിലപ്പോഴൊന്നും അത് സാധിക്കുന്നില്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടൊക്കെ, അതായത് വൺസ് ഇൻ എന്താ പറയാ ഒരു ഇയറിൽ 3 months കൂടുമ്പോഴൊക്കെ എങ്കിലും ഒരെണ്ണം കണ്ടക്ട് ചെയ്യാൻ മീറ്റിംഗ്. അപ്പൊ അങ്ങനെ ക്വാർട്ടർലി മീറ്റിംഗ്സോ മന്ത്ലി മീറ്റിംഗ്സോ ഒക്കെ കണ്ടക്ട് ചെയ്ത് എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ചെയ്യേണ്ടത്, പെർഫോമൻസ് ആ രീതിയിലേക്ക് എത്തുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതിന് എന്തെങ്കിലും കറക്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ കറക്ഷൻസ്, പെർഫോമൻസ് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ്, ഓൾ ദീസ് തിങ്സ്. അത് രണ്ട് ഭാഗത്തുനിന്നും, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും സോളിസിറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് ആണ് നമ്മൾ എടുക്കേണ്ടത്. മാനേജ്മെന്റ് കൃത്യമായിട്ട് പെർഫോമൻസ് എംപ്ലോയീസിന്റെ മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, ആ മാനേജ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും രണ്ട് രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ കൺഡക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ അഗെയിൻ അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടിയൊക്കെ റീവിസിറ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ ഇന്നതായിരുന്നു, ആ ലക്ഷ്യങ്ങളിൽ ഓരോന്നും നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് നമ്മൾ റിവ്യൂയിങ് ആണ് പറഞ്ഞത്. റിവ്യൂ ആണ്. എംപ്ലോയി പെർഫോമൻസിന്റെ റിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ റിവ്യൂ, രണ്ടും എടുക്കണം. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുമ്പോൾ
ആ പെർഫോമൻസ് സൈക്കിളിൽ അവര് എംപ്ലോയീസ് എങ്ങനെയാണ് അവർ ചെയ്തത്. സോ ആ ഒരു പ്രോസസ്സിങ് മാനേജ്മെന്റ് സൈക്കിളിലുള്ള ഇയർലി പെർഫോമൻസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് ആ ഇയർലി പെർഫോമൻസ് കണ്ടക്ട് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക, അല്ലെ? ഓരോ വർഷവും വർഷാവസാനം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ അവരുടെ എന്താ പറയാ നേരത്തെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്ത് അസസ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ആ 1 ഇയർ കൊണ്ട് ഹൗ മച്ച് ഇൻക്രിമെന്റ് ഈസ് ദർ ഇൻ ദയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിൽ എത്രത്തോളം ഉയർച്ച വന്നിട്ടുണ്ട്, ആ ഒരു രീതി, അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. സോ അങ്ങനെ വരുമ്പോഴും എംപ്ലോയീസിന്റെ പ്രോഗ്രസ് ത്രൂ ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇയർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വർഷം കൊണ്ട് ഇന്ന എംപ്ലോയി ഇത്ര കണ്ട് വളർന്നിട്ടുണ്ട്, അവരുടെ പെർഫോമൻസ് ലെവല് എന്നുള്ളതൊക്കെ അതൊക്കെ നേരത്തെ ഉള്ളതുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടാണല്ലോ, പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ ടാസ്കുകളും പെർഫോമൻസിന്റെയും എന്താ പറയാ ആ ഒരു ബേസിസിലാണ്, ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അത്തരം കമ്പാരിസൺസ് കൊണ്ടുവരിക. ആൻഡ് അങ്ങനെ വരുമ്പോ അവരുടെ ബിഹേവിയർ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ. അതേസമയം മാനേജ്മെന്റിന്റെ പെർഫോമൻസിന്റെ റിവ്യൂ നമ്മൾ എടുക്കുന്നത് സർട്ടൻ ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് വെദർ ദേ ഹാവ് അക്കംപ്ലിഷ്ഡ് സം ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന കുറെ ചോദ്യങ്ങൾ സ്വയം മാനേജ്മെന്റ് ചോദിക്കുക, അതില് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു അക്കംപ്ലിഷ്മെന്റ് വന്നിട്ടുണ്ടോ, നമ്മൾ നേടിയോ ഈ പറഞ്ഞ കാര്യമൊക്കെ, അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അല്ലെ? ഇവിടെ വരെയല്ലേ പറഞ്ഞത്? ആണോ? ആ ഒരു പോയിന്റ് വരെയാണ് പറഞ്ഞത്, റിവ്യൂയിങ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ഓക്കെ, ഇനി അടുത്തത് ആ റിവ്യൂയിങ്ങിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് റിവ്യൂയിങ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. ഓവറോൾ ഗോളാണ്, മൊത്തത്തിലുള്ള ഗോളാണ്. ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഗോളുകള് എന്തൊക്കെയായിരുന്നു അതെല്ലാം നമ്മളൊന്ന് റിവ്യൂ ചെയ്യുന്നു. അപ്പൊ ദേ ഹാവ് ടു ആസ്ക് അഗെയിൻ സം ക്വസ്റ്റ്യൻസ്. അപ്പൊ അവരുടേതായ കുറെ ചോദ്യങ്ങൾക്ക് വീണ്ടും ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ചോദ്യങ്ങളാണ്? വിത്ത് എംപ്ലോയീസ് ഹാഡ് അറ്റൈൻഡ് ദെയർ ഗോൾസ്, അല്ലെങ്കിൽ ദേ ഹാവ് റീച്ച്ഡ് ദെയർ ഗോൾസ്, എംപ്ലോയീസ് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയോ? എന്റെ പെർഫോമൻസ് ഇങ്ങനെയാണ് ഇപ്പോ, എനിക്ക് പക്ഷെ ഈ പെർഫോമൻസ് അല്ല, എന്നിൽ നിന്ന് കൂടുതൽ പെർഫോമൻസ് ഞാൻ തന്നെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് ഓരോ എംപ്ലോയി എത്തിയോ എന്നുള്ളത് വിലയിരുത്തണം. അത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരമുണ്ടോ എന്ന് നോക്കണം. How efficiently did employees succeed at the task given to them throughout the year? ആ ഒരു വർഷക്കാലം, ആ ഒരു കാലയളവില് എംപ്ലോയീസിന് വേണ്ടി കൊടുത്ത ജോലി അവർ എത്രത്തോളം ഭംഗിയായിട്ടാണ്, എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ചെയ്തത്. ജോലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് തീർക്കാം, അല്ലെ? നമ്മുടെ വീടുകളിലാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്കൊരു മൂടില്ലെങ്കിൽ അങ്ങനെ കടത്ത് കഴിക്കുന്നത് പോലെ, അല്ലെ? വെറുതെ ആ ഒരു കടമ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കും. പക്ഷെ ആ ഒരു ജോലിയോടുള്ള ഇഷ്ടം, അല്ലെ, അതിനോട് നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടം കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ഉള്ളിൽ നിന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അതിന് വേറൊരു പ്രത്യേക ഭംഗിയുണ്ട്, അല്ല? അത് ഏത് ജോലിയിലും ഉണ്ട്, അത് റിഫ്ലക്ട് ചെയ്യും. ഈവൻ നമ്മളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ കൂടി വീട്ടില് ജോലി ചെയ്യുമ്പോൾ അടക്കം ആ ഒരു പ്രസൻസ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മള് എന്തെങ്കിലും ആവട്ടെ, ഇന്നത് ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് എന്താ പറയാ ഒരു തട്ടിക്കൂട്ടിയൊക്കെ നമ്മൾ എന്തൊക്കെയോ ജോലി ചെയ്ത് തീർത്ത് നമ്മൾ അവിടെ ഫ്രീ ആക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ എല്ലായ്പ്പോഴും മനുഷ്യന്മാർക്ക് ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഡൈനമിക് നേച്ചറാണ്. ഒത്തിരി പെട്ടെന്ന് മാറ്റങ്ങൾ വികാരങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ദേഷ്യം വരുന്ന, സങ്കടപ്പെടുത്തുന്ന, എന്താ പറയാ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ വാട്ട് എവർ വി ആർ ഡൂയിങ്. എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അത്തരം റിഫ്ലക്ഷൻസ് വരുമ്പോ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി സീൻ ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലിയിലും അത് പ്രകടമാകും. എഫക്റ്റീവ് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് എംപ്ലോയീസ് സക്സീഡ് ഇൻ ദെയർ ഗിവൺ ടാസ്ക് ത്രൂ ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ ടൈം. ആ ഒരു ഡ്യൂറേഷനുള്ളില്, ആ ഒരു ഇയറിനുള്ളില് എംപ്ലോയീസ് അവരുടെ ജോലി, അവർക്ക് കൊടുത്ത ജോലി എത്ര നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയി ചെയ്തു, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾക്ക്. അതാണ് ഓവറോൾ ഗോൾ. ഇത് നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താ പറയാ അച്ചീവ് ചെയ്യാനുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് എന്താ പറയാ whatever the goal may be, it may be small goals ആയിരിക്കാം, ചെറിയ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം, bigger ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം, whatever it may be, അത് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ അവർ എങ്ങനെ കൈകാര്യം ചെയ്തു, ആ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഓരോ സിറ്റുവേഷൻസ് എന്താണ് ചെയ്തത്. ആൻഡ് അതിൽ നിന്നാണ് they have to be whether they have to be given some training, അവർക്ക് ഇനിയും വീണ്ടും കൂടുതൽ ട്രെയിനിങ് വേണോ, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ട്രെയിനിങ് വേണോ എന്നൊക്കെ നമുക്ക് അതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് റിവ്യൂയിങ് ഓവറോൾ ഗോൾ ഓഫ് ഗോൾ കംപ്ലീഷൻ. മനസ്സിലായോ? റിവ്യൂയിങ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ ക്ലിയർ ആയോ?
ലക്ഷ്യങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് അത് ഓക്കെ ആണോ, അവർ എഫിഷ്യന്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് മുൻ പരിചയമുള്ള ഓരോ വർഷം ചെല്ലുന്തോറും മനുഷ്യന്മാര് ആ ചെയ്യുന്ന ജോലിയിൽ എക്സ്പീരിയൻസ്ഡ് ആകുകയാണ് ചെയ്യുക, സ്പെഷ്യലൈസ്ഡ് ആകുകയാണ് ചെയ്യുക. സോ ദേ ഹാവ് ടു ബിക്കം സം എക്സ്പേർട്ട്. അവരപ്പോ എക്സ്പേർട്ട് ആണ് ആകേണ്ടത്, വിദഗ്ധരായി തീരുകയാണ് ആ ചെയ്യുന്ന ജോലി. വീണ്ടും വീണ്ടും നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകും. അത് എന്ത് കാര്യമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും ചെറുതോ വലുതുമായ കാര്യമായിക്കോട്ടെ, നമ്മൾ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആകും. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ വന്നോ ആ ഒരു ഇയർ കൊണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പക്ഷെ അത് എത്തിയില്ല എങ്കിൽ എന്ത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, ഏതെങ്കിലും പുതിയ രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനാണ് ഈ റിവ്യൂയിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിവ്യൂയിങ്ങിൽ വരുന്ന 3 പോയിന്റ് ആയിരുന്നു: റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ്, റിവ്യൂയിങ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആൻഡ് റിവ്യൂയിങ് ഓവറോൾ ഗോൾ. എംപ്ലോയീസിന്റെ വേറെ, മാനേജ്മെന്റിന്റെ വേറെ, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? യെസ്. അടുത്തത് ഓരോന്നിലും ആ റിവ്യൂയിങ്ങിൽ വരുന്നത് എന്താ, ഓരോന്നിലും നമ്മൾ നോക്കണം കേട്ടോ. പ്ലാനിങ് സ്റ്റേജിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ആണ്. അടുത്തത് എന്താണ്? ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. അപ്പൊ റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എന്താ പറയാ, ഒരു പ്രവർത്തന രീതിയിലുള്ള, പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഈ ഫീഡ്ബാക്ക് കൊടുക്കുക, വാങ്ങുക എന്ന് പറയുന്നത് റിവ്യൂവിനെ സംബന്ധിച്ച്, അതായത് നമ്മളൊരു റിവ്യൂ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു ഫീഡ്ബാക്ക്, അത് ചിലപ്പോ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ആകാം, ഇപ്പൊ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് തിങ്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഫീഡ്ബാക്ക്, അത് ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ചും എംപ്ലോയീസിൽ നിന്ന് നമ്മൾ ഇത്ര നിലവാരം, ഇന്ന രീതിയിലുള്ള പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിവ്യൂഡ് ടു ദം. അതിനൊരു ഫീഡ്ബാക്ക് അവരെ അറിയിച്ചിരിക്കണം. നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തി, പക്ഷെ കാണാൻ സാധിച്ചത് നിങ്ങൾ കുറച്ച് ഡൗൺ ആണ്, നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ കുറെ താഴെ പോയിരിക്കുന്നു. വാട്ട് ഈസ് ദ റീസൺ? എന്തെങ്കിലും കാരണമുണ്ടോ? അല്ലെങ്കിൽ ആ കാരണമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ മെന്റലി എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകാം, ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അതെന്താണെന്ന് അറിയുക. അതൊന്നുമല്ല അവരുടെ പ്രശ്നം. അല്ലാതെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിന്റെ കുറവാണോ, കോച്ചിങ്ങിന്റെ കുറവാണോ, സൂപ്പർവിഷന്റെ കുറവാണോ, എന്താണെങ്കിലും അതിന് ഒരു റിവ്യൂ എടുക്കുക, അത് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് റിവ്യൂ, ടു ഗിവ് ആൻഡ് ഓൾസോ ടു റിസീവ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കൊടുക്കുക, അതുപോലെ തന്നെ സ്വീകരിക്കുക എന്നുള്ളത് റിവ്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ പോയി എല്ലാ ജോലിക്കാരുടെയും അടുത്ത് പോയി സൂപ്പർവൈസ് ചെയ്യുന്നു, അവരുടെ ജോലിയൊക്കെ നോക്കി കാണുന്നു, വിലയിരുത്തുന്നു, എന്തിന്റെ ആവശ്യം? അതിനെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളതാണ്. So the management should be responsible to provide actionable feedback. അപ്പൊ എംപ്ലോയീസിന് അവർക്ക് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ട രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുക. അപ്പൊ ടീച്ചർ ചെയ്യുന്ന ആ ഒരു ജോലി, അല്ലെങ്കിൽ ടീച്ചറെ പഠിപ്പിക്കുന്ന ആ രീതി അത് ശരിയല്ല, നമ്മുടെ പെർഫോമൻസ് വിലയിരുത്തി കഴിഞ്ഞപ്പോ അതിന് എന്തൊക്കെയോ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മകൾ, കുറവുകൾ ഉണ്ട്. സോ യു ഹാവ് ടു മേക്ക് സം ഡിഫറൻസ് ഇൻ യുവർ ടീച്ചിങ് സ്റ്റൈൽ. ടീച്ചിങ്ങിലെ സ്റ്റൈലിൽ ടീച്ചറിന്റെ കുറച്ച് വ്യത്യാസം വരുത്താനുണ്ട്. അത് എന്നോട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റേതായ രീതിയിൽ തന്നെ അവലംബിച്ച് അങ്ങോട്ട് പോകും, അല്ലെ? ഞാൻ എന്റെ രീതി തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോകും. പക്ഷെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ, ഒരു പ്രചോദനം എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അവർക്കത് മനസ്സിലാകും, ഇതേ എനിക്ക് എന്റെ പെർഫോമൻസിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ട്, കുറച്ച് ഡെവലപ്ഡ് ആകാനുണ്ട്, ഞാൻ ഇതിൽ കുറെ പോരായ്മകളുണ്ട്, അവർക്ക് തന്നെ മനസ്സിലാകും. സോ ആക്ഷനബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഷുഡ് ബി പ്രൊവൈഡഡ് ഫ്രം ടൈം ടു ടൈം ഫ്രം ദ മാനേജ്മെന്റ് പാർട്ട് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ആവശ്യാനുസരണം അതുപോലുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക. ഇന്നാവട്ടെ, നാളാവട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ അത് പ്രൊവൈഡ് ചെയ്യാം. സോ ദാറ്റ് ദ എംപ്ലോയീസ് ക്യാൻ മേക്ക് സം ഇംപ്രൂവ്മെന്റ് ഇൻ ദർ പെർഫോമൻസ്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം, എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് ലെവലിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. 2 റിവ്യൂ, സോറി, a key part of the review is to give and receive feedback എന്നുള്ളത് അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ ആ 2 സെന്റൻസും management should provide feedback for the employee so that they can identify areas for improvement in their future performance. അല്ലെങ്കിൽ എന്ത് പറ്റും, ചെയ്യുന്ന തെറ്റുകൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം മാനേജ്മെന്റ് സൂപ്പർവൈസ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്,
അവർ വേറൊന്നും നമ്മളോട് പറയുന്നില്ലല്ലോ, അപ്പൊ ഞാൻ ഓക്കെ ആണ് എന്നാണ് അവരുടെ വിചാരം. അപ്പൊ ഞാനും വിചാരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല, കാരണം ഇങ്ങനെ തന്നെ ചെയ്തു പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അവര് എന്താ പറയാ, അവര് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മളുടെ ജോലി. പക്ഷെ അവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിലയിരുത്തലുകളോ ഫീഡ്ബാക്കുകളോ നമ്മളെ അറിയിക്കുന്നില്ല. സോ ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിലുള്ള ഫീലിംഗ് എന്താണ്, ഞാൻ ഓക്കെയാണ്, ഐ ആം പെർഫെക്റ്റ് എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ ഇത് എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ യു ഹാവ് സം ലിമിറ്റേഷൻസ് ഹിയർ ആൻഡ് ദർ. ഇവിടെ എവിടെയൊക്കെ ചില ഏരിയാസിൽ ചില മാറ്റങ്ങൾ ടീച്ചർ വരുത്താനുണ്ട്. ഞാൻ ടീച്ചർ എന്ന് പറയുന്നത് ഇതും ഒരു ജോലിയാണല്ലോ, ഇതും ഒരു എംപ്ലോയിയുടെ കാര്യം തന്നെയാണ്, അതുകൊണ്ട് പറയുന്നതാ. ഓക്കെ, എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ പറയും. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അങ്ങനെയാണ്. ഓരോ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനും അവരിൽ കാണുന്ന കുറ്റങ്ങൾ, കുറവുകൾ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദം, ടു ബി കൺവേഡ് ടു ദം. അവരോട് അറിയിക്കണം, അവരെ കൺവേ ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് അവർക്ക് എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഇനി എന്റെ ഫ്യൂച്ചർ പെർഫോമൻസിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഞാൻ തന്നെ വരുത്തണമെന്നുള്ള ബോധ്യം വരും. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഫീഡ്ബാക്ക് പ്രോസസ്സിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടുകയാണ്. ദാറ്റ് ദേ ക്യാൻ ഡു ബെറ്റർ. അപ്പൊ ഞങ്ങൾക്കത് നന്നായി ചെയ്യാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ മാനേജ്മെന്റ് അപ്പൊ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അവരും നന്നായി ചെയ്യും. മാനേജ്മെന്റ് നല്ല രീതിയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മളല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലായാലും ഇഫ് ദർ ഈസ് എ പേഴ്സൺ ടു മാനേജ് എവറിത്തിങ്, എല്ലാം അങ്ങോട്ട് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കും, അല്ലെ? ഒരു മാനേജ് ചെയ്യാൻ ഒരാൾ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പൊ സാധാരണ ഒരു വീടുകളില് എല്ലാ കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ വീട്ടിലെ കുടുംബനാഥകളായിരിക്കും, അല്ലെ? സ്ത്രീകളായിരിക്കാം കൂടുതൽ, പർട്ടിക്കുലർലി അവരായിരിക്കും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു വീടിന്റെ എന്താ പറയാ, സാമ്പത്തിക ഇടപാടുകളുടെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് നമുക്കറിയാം വീട്ടില് ഒരുപാട് ചെലവുകളുണ്ട്, നമുക്ക് ചെലവുകളുണ്ട്, ഫുഡ്, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, അല്ലെ? അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നമ്മുടെ വീട് വെക്കുന്ന കാര്യമാകാം, വണ്ടി വാങ്ങാൻ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് എല്ലാത്തിലും എന്താ പറയാ, വലിയ പണസംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ വീടുകളില് കുടുംബനാഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുക. കാരണം ആ ആളെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ ചെറിയ പാർട്ടിസിപ്പേഷൻ നമുക്കൊക്കെ ഉണ്ടാകുള്ളൂ. അതേസമയം ഇപ്പൊ കുറെ മാറി, ഇപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ബോത്ത് ലേഡീസ് ആൻഡ് ജെന്റ്സിനൊക്കെ ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ചെയ്യുന്ന ജോലിയുടെ പകുതി ഭാഗം നീയും ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പണ്ടൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അല്ലെ? വീട്ടുജോലികളും വീട്ടിലെ മൊത്തം കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് കുറെയൊക്കെ ഇപ്പോഴും നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മളത് എന്താ പറയാ, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതും മാനേജ് ചെയ്യുന്നു. വന്നിട്ട് നമ്മൾ ജോലികൾ, വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യമായിക്കോട്ടെ, കുട്ടികളുടെ തുണികളൊക്കെ വാഷ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, നമ്മളാ ചെയ്യുക, അല്ലെ? കൂടുതൽ നമ്മൾ തന്നെയാണ് അത്. കൂടുതൽ മെജോറിറ്റി ഒരു എത്രയൊക്കെ നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് രണ്ടു കൂട്ടർക്കും ഉണ്ട്, നീയും ഞാനും ഒക്കെ ഒരേപോലെ ജോലി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു 80% എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ? പെണ്ണുങ്ങൾ തന്നെയാണ് വീട്ടിൽ വന്നിട്ടൊക്കെ ചെയ്യുന്നത്. സോ ആ ഒരു മാനേജ്മെന്റ് ആണ്, അല്ലെ, ഒരു വീടിനെ വീടാക്കി മാറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏത് ബിസിനസ് ഓർഗനൈസേഷനും നമുക്ക് അവിടെ കാശ് കിട്ടാത്ത ജോലി ചെയ്യുന്നത് മാത്രം, അല്ലെ? വീട്ടിൽ പണി ചെയ്യുമ്പോ കാശ് കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല എന്ന് മാത്രം. അത് ഒരു ജോലി തന്നെയാണ്. അതും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഒരു വീടിനെ നമുക്ക് പുറത്തുനിന്ന് ഒരു ഗുഡ് ലുക്കിംഗ്, അല്ലെ, നല്ല അപ്പിയറൻസ് ആളുകളുടെ ഇടയിലും നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് എംപ്ലോയീസിന്റെ കാര്യത്തിൽ. ആ എംപ്ലോയീസിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ മാനേജ്മെന്റിന് പറ്റിയാൽ അതൊരു വലിയ സക്സസ് ആണ്. മാനേജ്മെന്റ് ഓക്കെ ആവണം എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ്. എന്നാലും നമുക്ക് നമ്മളുടെ എംപ്ലോയീസിനെ കൊണ്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയല്ലോ? റിവ്യൂയിങ് എന്ന് പറയുന്ന നാലാമത്തെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ് സ്റ്റേജ് ആണ് നമ്മൾ കണ്ടത്. തേർഡ് വൺ റിവ്യൂയിങ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, നാലാമത്തേതാണ് ഏറ്റവും അവസാനം നമുക്കുള്ളത് ആക്ഷൻ. ഇനി പ്രവർത്തനമാണ്. ഇപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തു, പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ പ്ലാൻ ചെയ്ത പോലെ കോച്ചിങ് ഒക്കെ കൊടുത്തു. കോച്ചിങ്ങിന് ശേഷം അവരെ റിവ്യൂ ചെയ്തു, അവരുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തി, അവർക്ക് വേണ്ട റിവ്യൂ ഒക്കെ എടുത്തിട്ട് അതിന് വേണ്ട ഫീഡ്ബാക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നൗ ഈസ് ദ ടൈം ടു ആക്ട്. ഇനി എന്താ സമയം? ഇനിയുള്ള സമയം നമുക്ക് ആക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ എന്താ പറയാ, റിവാർഡ്. ആ ആക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസിനനുസരിച്ച് മാനേജ്മെന്റ് ഹാവ് ടു ആക്ട്. That action may be in the form of reward and recognition, and അതുപോലെ തന്നെ it's next year's performance management cycle. രണ്ട് ആക്ഷൻ ആണ് മാനേജ്മെന്റ് അതിനു വേണ്ടി എടുക്കേണ്ടത്. എന്താണൊക്കെ അത്? ഒന്ന് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. അത് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്. എന്താ പറയാ, വി ഹാവ് ടു ടേക്ക് ആക്ഷൻ. ചില തീരുമാനങ്ങൾ, ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ.
പെർഫോമൻസ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കേണ്ട ഏറ്റവും അവസാനത്തെ നടപടിയാണ് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. ഇപ്പൊ നോക്ക്, നമ്മൾ പെർഫോമൻസ് എംപ്ലോയീസിന്റെ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് വിലയിരുത്തുന്നു. ഓക്കെ, നീ നന്നായി ചെയ്യുന്നുണ്ട്, നിന്റെ ജോലി നിനക്ക് തന്നത് നീ 100% റിസൾട്ട് തരുന്ന പോലെ നീ തരുന്നു എന്നുള്ളത് ആളോട് പറഞ്ഞു. ഓക്കെ, ആളറിഞ്ഞു. മറ്റുള്ളവരോട് കുറെ പേരൊക്കെ അവരുടെ എക്സ്പെക്ടേഷന്, പ്രതീക്ഷകൾക്കൊപ്പം ആരും ജോലി ചെയ്യാതെ ഉള്ള ഒരു വിഭാഗമാണ്. അവരെയും കണ്ടു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇത് മാത്രം കൊണ്ട് വി കനോട്ട് മേക്ക് ദ എംപ്ലോയീസ് മോട്ടിവേറ്റഡ്. കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി നമ്മൾ ഏറ്റവും പരമാവധി അവരിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കണമെങ്കിൽ they expect something in the form of reward and recognition. അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ചില കാര്യങ്ങൾ. അതായത് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷന് വേണ്ടി കൂടുതൽ കമ്മിറ്റ്മെന്റ്, മോട്ടിവേഷൻ എടുത്ത് എന്റെ പെർഫോമൻസ് ഞാൻ 100% എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷ ഏത് രൂപത്തിലാണ്? ഒന്നില്ലെങ്കിൽ റിവാർഡ്, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, റിവാർഡ് എന്താ? എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. മറ്റുള്ളവരിൽ നിന്ന് എക്സ്ട്രാ കൊടുക്കുന്ന എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കും. അല്ല, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെക്കാളൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ അതിൻ്റെതായ ഒരു അംഗീകാരം ഞാൻ പ്രതീക്ഷിക്കും, അല്ലെ? അപ്പൊ ഈ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മുടെ റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. സോ ദിസ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഈ ഒരു നടപടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പിലൂടെ എംപ്ലോയീസ് ഗെറ്റ് മോട്ടിവേറ്റഡ്. ഇങ്ങനെയുള്ള സാധനം കിട്ടുമ്പോൾ എന്ത് പറ്റും? എംപ്ലോയീസ് സ്വയം മോട്ടിവേറ്റഡ് ആകും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അവർക്ക് വലിയ വേറെ കാരണമൊന്നും വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ they will get motivated. അല്ലാന്നുണ്ടെങ്കിലോ, ശരി 100% കിട്ടിയെന്നൊക്കെ അവര് പറഞ്ഞു, പക്ഷെ ഒന്നുമില്ലേ, നന്ദി മാത്രമുള്ള, അല്ലെ, വേറെ ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ആകും. അവര് അൺമോട്ടിവേറ്റഡ്. എന്തിനാ ഞാനിപ്പോ ഇത്ര കഷ്ടപ്പെടുന്നേ? മറ്റുള്ളവരെ പോലെ ഞാൻ ചെയ്ത പോലെ ഞാൻ വെറുതെ എന്തിനാ കിടന്ന് മരിക്കുന്നേ? ഞാൻ എന്തിനു കിടന്ന് ചാവുന്നു, അല്ലെ? ഓർഗനൈസേഷന് വേണ്ടി ഞാൻ ഇത്ര കമ്മിറ്റ്മെന്റോടുകൂടി എന്തിനു ഞാൻ ജോലി ചെയ്യണം എന്ന മൈൻഡിലേക്ക് പോകും, അല്ലെ? അങ്ങനെ വരുമ്പോ ഒരു ആവശ്യമില്ലെങ്കിലും പോലും അവര് അൺമോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. എന്ത് വെച്ചും അവർ അവരുടേതായ അത്രയും പെർഫോമൻസ് അവര് പ്രൊവൈഡ് ചെയ്യാണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പെർഫോമൻസ് മാനേജ്മെന്റില് അർഹിക്കുന്നവർക്ക്, ദോസ് ഹു ആർ, എന്താ പറയാ, അവര് ചെയ്യുന്ന പെർഫോമൻസിന് അവർ അർഹിക്കുന്ന, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു റിവാർഡ് പ്രൊവൈഡ് ചെയ്യുക. അത് മോണിറ്ററി ആകാം, നോൺ മോണിറ്ററി ആകാം. മോണിറ്ററി കോമ്പൻസേഷൻസ് ആയിട്ട് പൈസയായിട്ട് കൊടുക്കാം, അതല്ല എങ്കിലും ഏത് രീതിയിലാണെങ്കിലും കൊടുക്കാം. ചിലപ്പോ പൈസ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു റിവാർഡ്സ്, എന്താ പറയാ, ചിലപ്പോ നീ ഇത് ഇത്ര ഭംഗിയായി ചെയ്തത്, സോ യു ആർ അലൗട്ടിങ് സം അതർ ന്യൂ പ്രോജക്ട്സ്, ചില പുതിയ പ്രോജക്ട് അവരില് അങ്ങോട്ട് കൊടുക്കുക ടാസ്ക് ആയിട്ട്. ഓക്കെ, അപ്പൊ അവര് സ്വയം കണ്ട, മറ്റാർക്കും കൊടുത്തില്ല, എന്നോടാണ് പറഞ്ഞത് അത് ചെയ്യാൻ. കണ്ടോ ആ ഒരു ഫീലിംഗ് വരും, മനസ്സിലായി? അല്ലെങ്കിൽ കമ്പനി വലിയ ഒരു അംഗീകാരം കൊടുക്കുക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു അനുമോദന ചടങ്ങ്, അല്ലെ, ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരുക്കി, വലിയ ഫംഗ്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ എംപ്ലോയീസിനെയൊക്കെ വിളിച്ചു കൊടുത്തേ ഇന്നാളുടെ പെർഫോമൻസ് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഇത്ര ഇതുണ്ടായി എന്നുള്ള കാര്യം അംഗീകരിച്ചു കൊടുക്കണം. അവരെ വിളിച്ച് വേദിയിൽ നിർത്തി, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നിർത്തിയിട്ട് അവരെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക, അല്ലെ? അങ്ങനെ ഒരു വൈഡ് റെക്കഗ്നീഷൻ ദേ എക്സ്പെക്ട്. തീർച്ചയായും എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇയാളെ നോക്കിയിട്ട് ഇയാൾ ചെയ്യുന്ന പോലെ എല്ലാവരും അനുസരിച്ചോണം എന്ന് പറഞ്ഞ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ടൈം ഓഫ്, കുറച്ച് സമയമൊക്കെ കുറച്ചു കൊടുക്കുക. ഇത്ര സമയം ചെയ്താൽ മതി നീ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നീ ചെയ്യുന്നുണ്ട്, അപ്പൊ നിനക്ക് അപ്പൊ അത് മറ്റുള്ള എംപ്ലോയീസിന് വലിയ ഒരു ഇൻസ്പിറേഷൻ, ഒരു എൻകറേജ്മെന്റ് ആകും. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ആൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം വരും. അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ള എംപ്ലോയീസിനും അതൊരു ഇൻസ്പിറേഷൻ ആകാൻ സാധിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ദ ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫൈനൽ സ്റ്റെപ്പ് of the management process is the reward and recognition. പിന്നത്തെ സെന്റൻസ്, പിന്നത്തത് this does not necessarily എന്നുള്ളതിന്റെ അതിനകത്തുള്ള സെന്റൻസ് ആണ്. അതിനകത്ത് മോണിറ്ററി കോമ്പൻസേഷനും വരും, ആ ഒരു ഭാഗമാണ് വേണ്ടത്. will include, it likely will include monetary compensation. പിന്നെ other rewards could be
given are new projects, company-wide recognition, time off or leadership opportunities. പണ സംബന്ധമായ റിവാർഡുകളും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെയുള്ള റിവാർഡുകൾ എന്ന് പറയുന്നത് എന്താ പറയാ, ടൈം ഓഫ് കൊടുക്കുക, കമ്പനിയുടെ വൈഡ് റെക്കഗ്നീഷൻ കൊടുക്കുക, പുതിയ പ്രോജക്ട്സുകൾ ഏൽപ്പിക്കുക, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇതും ഈ പറയുന്ന പ്രതിഫലങ്ങളും ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മളുടെ ആക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലെ അവസാനത്തെ പോയിന്റ് ആണ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനി മാനേജ്മെന്റ് പെർഫോമൻസിലേക്ക് വിലയിരുത്തി എംപ്ലോയീസിന്റെ ഒരു ഫൈനൽ ചാൻസ് ടു ഓഫർ ഫീഡ്ബാക്ക്, അവർക്ക് അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ ഫൈനലായിട്ട് പ്രൊവൈഡ് ചെയ്ത്, അതുപോലെ തന്നെ അവരുടേതായ ചില കാര്യങ്ങൾ, ഐഡിയാസ്, ആശയങ്ങളൊക്കെ നമ്മൾ അവരിൽ നിന്ന് ഇങ്ങോട്ടും വാങ്ങിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് കുറെ ഐഡിയ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്ലോയീസിന് ഓരോരുത്തരും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ്, തിങ്കിങ്, സ്കിൽ, എബിലിറ്റി, പൊട്ടൻഷ്യൽ, കേപ്പബിലിറ്റീസ് ഒരുപാടുണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യമല്ല. ഏത് രണ്ടാൾക്കാരെ നമ്മൾ എടുത്താലും, നോ ടു ചൈൽഡ് അല്ല, നോ ടു ഇവൺ മാൻ, രണ്ടാൾക്കാരെ, മനുഷ്യന്മാരെ, കുട്ടികൾ മാത്രമല്ല, രണ്ട് വ്യക്തികളെ, നമ്മൾ ഏത് വ്യക്തികളെ എടുത്താലും എല്ലാവരിലും ഒരേ കോമൺ സ്വഭാവങ്ങൾ എല്ലാ കാര്യത്തിലും കണ്ടിട്ട് നമുക്ക് സാധിക്കില്ല. ചില ഒന്ന് രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ ഒരേപോലത്തെ സ്വഭാവമുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയില്ല, ഈ കാര്യത്തിൽ അവന് എന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അവന് അവന്റെ അപ്പയുടെ സ്വഭാവം എന്നൊക്കെ പറയില്ലേ, ചില കാര്യങ്ങളിൽ മാത്രമാണ്. പക്ഷെ നമ്മള് എന്താ പറയാ, എല്ലാം ഡിറ്റോ പോലെ മറ്റേ ആളുടെ സ്വഭാവം എന്ന് പറയില്ല. ഇതെന്റെ സ്വഭാവമല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതുപോലെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ്മെന്റ് മനസ്സിലാക്കിയാൽ ഫീഡ്ബാക്കുകളൊക്കെ അവരെ അറിയിക്കുക. അതൊരു ഫൈനൽ ചാൻസ് ആണ് ടു ഓഫർ ദെയർ ഫീഡ്ബാക്ക്. വീണ്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടേതായ ചിന്തയിൽ നിന്ന്, അവരുടെ തോട്ട്സിൽ നിന്ന് we can get the feedback. അവരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഫോർ ദ അപ്കമിങ് ഇയേഴ്സ് എന്ന് വെച്ചാൽ വരും കൊല്ലങ്ങളിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഫീഡ്ബാക്ക്. അതൊരു ഫൈനൽ സ്റ്റേജ് ആണ്. അതും മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ്, സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ്. ക്ലിയർ ആയോ? ഓരോന്നിലും ഈ പോയിന്റിൽ വലുതാക്കി എഴുതിയിരിക്കുന്ന, ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന ഓരോ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എപ്പോഴും നമ്മൾ ഏതിലാ വരുന്നേ? നമ്മൾ പ്ലാനിങ് സ്റ്റേജ് പറഞ്ഞു, കോച്ചിങ് സ്റ്റേജ് പറഞ്ഞു, റിവ്യൂയിങ് സ്റ്റേജ് പറഞ്ഞു, നാലാമത്തേത് ആക്ഷൻ സ്റ്റേജ്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് ഏത് സ്റ്റേജിലാ വരിക, അല്ലെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ കോച്ചിങ് സ്റ്റേജിൽ വരുന്നത് ഏതാ, അങ്ങനെ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന സെന്റൻസുകൾ അങ്ങനെ പഠിക്കണം. അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മീൻസ് ഒരു താരതമ്യ പഠനമാണ്. താരതമ്യം എന്ന് പറഞ്ഞാൽ അതിനെയും ഇതിനെയും താരതമ്യം ചെയ്തിട്ട് എന്താണ് അവ തമ്മിൽ, എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും ഡിസിമിലാരിറ്റീസ് ഉണ്ടോ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പെർഫോമൻസും മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും അവരുടെ പെർഫോമൻസ് എന്താണെന്ന് നോക്കി കണ്ട് സൂപ്പർവൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൊണ്ടുവരിക, അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസുകൾക്ക് അടിസ്ഥാനമായിട്ട് അവർക്ക് വേണ്ട എന്താ പറയാ, അവരുടെ എന്താ പറയാ പെർഫോമൻസ് നോക്കിയിട്ട് അവർക്ക് വേണ്ട റിവാർഡുകളോ അല്ലെങ്കിൽ റെക്കഗ്നീഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു വർഷത്തിലൂടെ അത് മനസ്സിലാക്കിയിട്ട്, എപ്പോഴെപ്പോഴും അല്ല, ആ വർഷത്തിൽ അതൊക്കെ മാനേജ് ചെയ്ത് അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് ഒരു ടേബിൾ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തു എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, ബേസിസ് ഫോർ കമ്പാരിസൺ. ഏത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് താരതമ്യം ചെയ്തിരിക്കുന്നത്? അടുത്തത് പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടി ഒരു കോളം, പെർഫോമൻസ് മാനേജ്മെന്റിന് വേണ്ടി മറ്റൊരു കോളം. ഓക്കെ, നോക്കാം. ഈ സാധനം തന്നെ ഇതിപ്പുറത്ത് ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്, രണ്ടും തന്നെയാണ് ഏകദേശം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ടാബുലർ ഫോമില് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ് പഠിക്കാൻ. അപ്പൊ ഓർക്കുക, ഈ ടേബിൾ റെപ്രസെന്റേഷൻ നിങ്ങളൊന്ന് നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ടേബിൾ ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ, കാരണം അതിൽ നോക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും. നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ
ഡിഫറൻസ് ഒക്കെ പഠിക്കില്ലേ? രണ്ട് കോളത്തിൽ എടുക്കുന്ന ഇന്നതിന് ഇതിനുണ്ട് ഇതിനില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചല്ലേ? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അതന്നെ അതന്നെ നമ്മള് എന്താ പറയാ പണ്ടൊക്കെ ഓർക്കുന്നത് ഇതൊക്കെ തന്നെയാ. മറ്റേ പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, അതിന്റെയൊക്കെ ഡിഫറൻസ്, പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഉള്ള ഡിഫറൻസ് എന്താ നമ്മൾ അങ്ങനെ പഠിച്ചില്ല. അപ്പൊ രണ്ട് കോളാണ്, പ്ലാന്റ് സെല്ല് ഇതും ആനിമൽ സെല്ലിലും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മള് പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് വലിയ വലിയ ക്ലാസ്സുകളിൽ അത് ഓരോരുത്തർ എടുത്തിരിക്കുന്ന വിഷയം അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വലിയ ക്ലാസ്സിലെ പറയാതിരുന്നത് അല്ലെ. കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസിലായിക്കോട്ടെ, ഏത് വിഷയം എടുത്ത് പഠിച്ചവരാണെങ്കിലും ഇതുപോലെ ഡിഫറൻസ് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പൊ ഈ ടാബുലർ റെപ്രസെന്റേഷൻ കുറച്ചും കൂടി നമുക്ക് പഠിക്കാനും നമ്മുടെ മനസ്സിൽ എപ്പോഴും കയറിയിരിക്കുന്ന കാര്യമാണ്. മറ്റേ സെന്റൻസ് ബൈ സെന്റൻസിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള ടാബുലർ റെപ്രസെന്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, ഗ്രാഫുകളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങും. കാരണം ഇൻ ദ ഫോം ഓഫ് പിക്ചേഴ്സ് അല്ലെ, ഡയഗ്രാംസ് ഒക്കെ പിക്ചർ രൂപത്തിലൊക്കെ ആയതുകൊണ്ട് ടേബിൾ ഫോർമാറ്റ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പറയും സെന്റൻസിനേക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അതിന്റെ മീനിങ്ങിന്റെ ഒരു കമ്പാരിസൺ ആണ്. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഒരു മീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്താ നോക്കിയാൽ, പെർഫോമൻസ് അപ്രൈസൽ മീൻസ് അനാലിസിസ് ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ആൻഡ് ദെയർ കാലിബർ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഒരു വർഷത്തിന്റെ അവസാനം അവരുടെ പെർഫോമൻസുകൾ നമ്മൾ നോക്കുന്നു. അവര് ചെയ്ത പെർഫോമൻസുകളുടെ ഒക്കെ അവർ നിലവാരം നോക്കും. എന്നിട്ട് അവരുടെ കാലിബർ, അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്കുള്ള അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് എത്രത്തോളം വികസനത്തിനും വളർച്ചയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള അവരുടെ കാലിബർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പെർഫോമൻസ് അപ്രൈസൽ വരിക. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്നത് ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസിനെയും പെർഫോമൻസിനെ മാനേജ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിന്റെ, ഹ്യൂമൻ റിസോഴ്സ് പറയുന്ന എംപ്ലോയീസ് ആണ്, അവരുടെ പെർഫോമൻസിനെ മാനേജ് ചെയ്യുന്നതാണ് എന്ത്, പെർഫോമൻസ് മാനേജ്മെന്റ്. ഒന്നാമത്തത് കമ്പയർ ചെയ്തിരിക്കുന്നത് അതിന്റെ മീനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ മീനിങ് പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റും അതെങ്ങനെ എന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്പാരിസൺ ആണ്. വെട്ടി എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സെന്റൻസ് മാത്രമേ രണ്ടെണ്ണത്തിന് ഇച്ചിരി വലുതുള്ളൂ, ബാക്കിയൊക്കെ ഒറ്റ വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിട്ട് മാത്രമാണ് എഴുതിയിരുന്നത്. ഓക്കെ, അടുത്ത വാട്ട് ഇസ് ഇറ്റ്, എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്, എന്താണ്, രണ്ടും എന്താണെന്ന് പറയുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായമാണ്, മറ്റേതൊരു പ്രോസസ്സാണ്. മനസ്സിലായ, ഒരു പ്രക്രിയ. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ ഒരു സിസ്റ്റം ആണ് എങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു പ്രോസസ്സാണ്. രണ്ടാമത്തേത് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസൽ ഇസ് എ സിസ്റ്റം, പെർഫോമൻസ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ്. ഇറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് കേട്ടോ റോളിലുള്ളത്. അടുത്തത് നേച്ചർ, ഇതിന്റെ സ്വഭാവം. പെർഫോമൻസ് അപ്രൈസൽ ഒരു റിജിഡ് സ്വഭാവം, വിച്ച് ഇസ് നോട്ട് ഫ്ലെക്സിബിൾ അല്ലെ. അതായത് ഒരു എന്താ പറയാ, കർക്കശമായത്. റിജിഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കർക്കശമുള്ളത്, കുറച്ച് ക്രൂരം എന്നുള്ള രീതിയിലാണ് പെർഫോമൻസ് അപ്രൈസൽ. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് അത്ര ഇതല്ല, സോഫ്റ്റ് ആണ്. സപ്പിൾ മീൻസ് സോഫ്റ്റ് ആണ് കേട്ടോ, ഒരു സോഫ്റ്റ് ആയ കാര്യമാണ്. പെർഫോമൻസിനെ മാനേജ് ചെയ്യുന്നത് സോഫ്റ്റ് ഒരു കാര്യമാണ്. അതിന്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ഇച്ചിരി കർക്കശമായതാണ്, റിജിഡാണ്. ഇനി ടൈപ്പ് ഓഫ് ടൂൾ, എങ്ങനെയുള്ള ഒരു ഉപാധിയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? ഒരു ഓപ്പറേഷണൽ ടൂളാണ്. അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് നോക്കി അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് അവർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കുന്നത് അത് ശരിക്കും ഒരു ഓപ്പറേഷണൽ ടൂളാണ്. മറ്റേത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ടൂളാണ്. സ്ട്രാറ്റജിയാണ്, ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെയും സ്ട്രാറ്റജിക്കൽ ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓൺഡ് ബൈ. പെർഫോമൻസ് അപ്രൈസൽ ആരാണ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ ആൾക്കാർ? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസലിന് വിധേയരായിട്ടുള്ളത്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ആരാണ് ചെയ്യുന്നത്? മാനേജേഴ്സ് ആണ്. പെർഫോമൻസ് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇയർലി ആണ്, ആനുവലി ആണ് അത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് ആനുവലി അല്ല, അതെല്ലാം എപ്പോഴും കണ്ടിന്യൂസ്ലി ഡേ ബൈ ഡേ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പറഞ്ഞില്ലേ. ഓൺ എന്താ പറയാ, ഒരു സെന്റൻസ് പറഞ്ഞിരുന്നു നമ്മള്, എന്താ പറയാ പറഞ്ഞല്ലോ,
കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. എല്ലാ ദിവസവും ഡെയിലി ഓപ്പറേഷൻസ് നമ്മൾ നോക്കുന്നതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡെയിലി ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി ആ ഒരു ഡെയിലി ട്രാൻസാക്ഷൻസ് ഒക്കെ വിലയിരുത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതേസമയം നമ്മളുടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആനുവലി ആണ്. അപ്രൈസൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് അറ്റ് എൻഡ് ഓഫ് എ പർട്ടിക്കുലർ ഇയർ ആയി. നെക്സ്റ്റ് വൺ എന്താണ് അടുത്തത്? പെർഫോമൻസ് അപ്രൈസല് ഒരു ഇൻഡിവിജ്വൽ കാര്യമാണ്. ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എങ്ങനെയാണ്? ഹോളിസ്റ്റിക് ആണ്, സമഗ്രമായി. ഹോളിസ്റ്റിക് മീൻസ് സമഗ്രമായത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ചെയ്ത പെർഫോമൻസിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് റിവാർഡും പ്രകടനവും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് എന്തെന്ന് വിളിക്കാം നമ്മള് പെർഫോമൻസ് അപ്രൈസലിൽ വരിക എന്ന് പറയാം. അത് ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയുടെ ബേസ് ചെയ്താണ്, ഒരു പെർഫോമൻസിന്റെ ക്വാണ്ടിറ്റി. അടുത്തതിലോ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. എത്ര ക്വാളിറ്റി ഉള്ള ജോബാണ് അവർ ചെയ്യുന്നത്, എത്ര ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, കാഴ്ചവെക്കുന്നത്. അതാണ് ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ലാസ്റ്റ് വൺ കറക്ഷൻസ്. നമ്മള് കറക്ഷൻസ് എങ്ങനെയാ ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസലില് കറക്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? റെട്രോസ്പെക്റ്റീവ് ആണ് കേട്ടോ. റെട്രോസ്പെക്റ്റീവ് പറഞ്ഞാൽ മുൻകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള കറക്ഷൻസ് ആണ് ചെയ്യുക. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്? പ്രോസ്പെക്റ്റീവ് ആണ്. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്ഷൻസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ ഈ പെർഫോമൻസ് ഇങ്ങനെ പോരാ, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആകണം, അല്ലെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആകണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതിൽ വരിക? നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ ഇത് എന്താ പറയാ, നമ്മളുടെ ഈ പെർഫോമൻസ് അപ്രൈസലിനെയും പെർഫോമൻസ് മാനേജ്മെന്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ടേബിളിന്റെ പൊക്കത്തില് ഒന്ന് NB എന്നിട്ടേക്കണം, ഒന്ന് വായിച്ചു നോക്കാൻ വേഗം. ഓക്കെ ആണല്ലോ. The same thing is repeated here. താഴെയും ഏകദേശം അതൊക്കെ തന്നെയാണ് എന്താ പറയാ അവര് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. ആദ്യത്തേത് ഓർഗനൈസ്ഡ് വേ ഓഫ് അനലൈസിംഗ് ദ പെർഫോമൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയീസ്. അതായത് നമ്മളുടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മനസ്സിലാക്കി, അവരുടെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കി, അവർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് എത്രത്തോളം അവര് കേപ്പബിൾ ആണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. മറ്റേത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്രോസസ് ഓഫ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ആ മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ്. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ സാധനം തന്നെ വീണ്ടും ഒന്നുകൂടി വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ആരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ വർഷാവർഷങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതേസമയം മാനേജേഴ്സ് ആണ് എന്ത്? പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് ആവശ്യമുള്ളവര് മാനേജേഴ്സ് ആണ്. സൂപ്പർവൈസേഴ്സിനെയൊക്കെ വിട്ടിട്ട് അവര് അത് മാനേജ് ചെയ്യുന്നു. ഓക്കെ, അതാണ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് മാനേജ്മെന്റ്. ആരാണ്? മാനേജേഴ്സ് ആണ്. HR ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആയോ? Yes. അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ ഈസ് an operational tool to enhance the efficiency of employees. എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു ടൂൾ, ഒരു ഉപാധി. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഓക്കെ, അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ടൂളാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു, അതിനകത്ത് കണ്ട സാധനം തന്നെ ഇവിടെ പറഞ്ഞു. Performance appraisal has an individualistic approach.
ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. ഓരോ വ്യക്തികളുടെയും പെർഫോമൻസ് വിലയിരുത്തിയിട്ടാണ് അവന്റെ വളർച്ച, അവന്റെ കേപ്പബിലിറ്റി, അവന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ മൊത്തത്തിൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഹോളിസ്റ്റിക് ആണ്. നേരത്തെ പറഞ്ഞു, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻഡിവിജ്വലിസ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് പറയുന്നത്? അവിടെ ഹോളിസ്റ്റിക് ആണ്, സമഗ്രമായിട്ടാണ് കേട്ടോ. അടുത്തത് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ സിസ്റ്റം. അത് നേരത്തെ പറഞ്ഞത് പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഇൻഫ്ലെക്സിബിൾ. ഇൻഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡ്. നേരത്തെ പറഞ്ഞല്ലോ, റിജിഡ് ആണ്, ഭയങ്കര കർക്കശബുദ്ധി, മാറ്റമില്ലാത്തത്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ഫ്ലെക്സിബിൾ ആണ്, അയവുള്ളതാണ്, സോഫ്റ്റ് ആണ്, അല്ലെ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയെങ്കിലും മാറ്റി മറിക്കൊക്കെ പറ്റും. പെർഫോമൻസ് മാനേജ്മെന്റ്. അതേസമയം പെർഫോമൻസ് അപ്രൈസൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെട്രോസ്പെക്റ്റീവ്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ്, മുൻ വർഷങ്ങളിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് ഇവിടെ വരിക, പെർഫോമൻസ് അപ്രൈസലിൽ വരിക. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ്, ഫ്യൂച്ചർ ലുക്കിംഗ് ആണ്, മുൻകാലം കണ്ടിട്ടാണ്. മുൻപിലേക്ക് നമ്മൾ എന്താണ് പെർഫോം ചെയ്യേണ്ടത്, നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടോ, ആ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയാൽ മാത്രമേ നമ്മളുടെ കമ്പനിയുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്ന ചിന്ത. അതാണ് ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ 3rd ചാപ്റ്റർ ആണ് തീർന്നത്. 3rd ചാപ്റ്ററിന്റെ ഒരു ലാസ്റ്റ് ഭാഗമായിരുന്നു നമ്മളിപ്പോ എടുത്ത എന്താ പറയാ ഭാഗങ്ങൾ. ഓക്കെ, പല പോയിന്റും മറ്റേ ആ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നേക്കുന്ന പോയിന്റുകളൊക്കെ തന്നെയാണ് പഠിക്കാതെ കിടക്കുന്നത്. അത് നമുക്ക് നിങ്ങൾ ആ രീതി പഠിച്ചാൽ പെട്ടിയാകുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, മനസ്സിലിരിക്കുകയും ചെയ്യും, പെട്ടെന്ന് മറന്നുപോയില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പെട്ടി നിങ്ങളോട് ഒന്ന് NB എന്നിട്ട് വെച്ചിരിക്കാൻ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ, എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞുണ്ടാകുന്നത് അല്ലേ? ഇനിയുണ്ട്. ഇനി നമുക്കുള്ളത് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റ് മൊഡ്യൂൾ ആണ്, 6th മൊഡ്യൂൾ, ദാറ്റ് ഈസ് ചാപ്റ്റർ 6, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഈ ചാപ്റ്റർ ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. അപ്പൊ അതിനകത്ത് കുറച്ച് ഇങ്ങനെ 4 ഭാഗമായിട്ട് കിടക്കട്ടെ. ഒന്ന് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, പിന്നെ എംപ്ലോയീസ് ഡിസിപ്ലിൻ, അടുത്തത് എംപ്ലോയി സേഫ്റ്റി, അടുത്തത് എംപ്ലോയി ഹെൽത്ത്. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ കിടക്കുന്നത് കേട്ടോ. ഇതിനുള്ളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് പോലെയാണ്, പക്ഷെ നമ്മൾ ചാപ്റ്റേഴ്സ് ആയിട്ടൊന്നും അത് ഡിവൈഡ് ചെയ്ത് പോർഷൻ ഇല്ല. ഒറ്റ ഹെഡിലാണ് ഇതെല്ലാം കൂടി ഒറ്റ മൊഡ്യൂളാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഓരോന്നിനും സെപ്പറേഷൻസ് ആ മൊഡ്യൂളിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് സമയം കളയണ്ടല്ലോ, കുറച്ച് സമയം ഈ ചാപ്റ്ററിലേക്ക് കടന്നാലോ? നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിലേ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ യെസ്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് 1-2 ചാട്ടം വെച്ചാണെങ്കിൽ ഒന്നൊക്കെ ഇരുന്നേ. ഫസ്റ്റ് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഇനി പിന്നെ മറ്റേ ടീച്ചറിനൊക്കെ തീർന്നോ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തീർന്നോ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തീർന്നോ? ഇല്ല. പിന്നെ മറ്റേ ചാപ്റ്റർ തീരൂല, നടുക്കെടുക്കുന്ന 2ാമത്തെ ചാപ്റ്റർ പെട്ടെന്നൊന്നും തീരില്ല. അത് കുറച്ച് അധികം ഉണ്ട്, ലെങ്തി ചാപ്റ്റർ ആണേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തീരില്ല. പക്ഷെ നമുക്ക് ആ ചാപ്റ്റർ ടീച്ചറിന് മാത്രമല്ല, ടീച്ചർക്ക് ഒരു അവറും കൂടുതലും കയറണതും ഞാൻ തന്നെയാന്ന് തോന്നുന്നത് അല്ലേ? അതുകൊണ്ടാണ് എന്റെ ചാപ്റ്റർ തീർന്നു തോന്നുന്നത് അല്ലേ? അതെ, കൂടുതൽ ക്ലാസ്സുകൾ ഇന്നിപ്പോ ഞാൻ കയറിയതാണ്. ഇന്ന് എന്റെ ക്ലാസ് ആയിരുന്നില്ല, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നു. സോളി ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നില്ലേ? സോളി മിസ്സിന്റെ ക്ലാസ് അല്ലേ? അപ്പൊ സോളി മിസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വേറൊരു ടീച്ചർ ഒന്ന് ലീവ് ആയതുകൊണ്ടേ ടീച്ചർ ആ ക്ലാസ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തപ്പോ എനിക്ക് വീണ്ടും നിങ്ങളുടെ കണ്ടിന്യൂ. കൂടുതൽ ക്ലാസ് എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ ക്ലാസ്സുകൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം.
ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയീസ് ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി ഇതൊക്കെ തന്നെയാണ്. സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. ഇപ്പൊ പഠിച്ചതുപോലെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്രീവൻസ്, വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്താണ് ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ? ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ഗ്രീവൻസ് കേട്ടിട്ടില്ല ആരും? ആരുമില്ല, കേട്ടവരാരുമില്ല. ഓക്കെ, ഗ്രീവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് മീൻസ് ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ഈ ഗ്രീവൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നത് ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. എന്താ അത്? ഇനി അതറിയോ? ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് എന്താണെന്ന് അറിയാമോ? അതറിയില്ലേ? ഡിസ്കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തൃപ്തിക്കുറവ് അല്ലെ, ഒരു താല്പര്യക്കുറവ്. ഡിസ്സാറ്റിസ്ഫാക്ഷനോ ഒരു സംതൃപ്തി കുറവ് അല്ലെ. സാറ്റിസ്ഫാക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. കണ്ടന്റ്മെന്റിന്റെ തൃപ്തി, കണ്ടന്റഡ് ആൻഡ് കണ്ടന്റഡ് മീൻസ് എന്തായാലും തൃപ്തിയായി എന്നാണ്. കണ്ടന്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കണ്ടന്റ്. പക്ഷെ ഇത് രണ്ടും, അതായത് അതൃപ്തിയും അതുപോലെ തന്നെ എന്താ പറയാ താല്പര്യമില്ലായ്മയും, ഇതാണ് നമ്മളുടെ ഗ്രീവൻസ് എന്ന് പറയുന്നതിന് വാക്കിന്റെ അർത്ഥം. ഇതെന്തിനാണാവോ ഇവിടെ എംപ്ലോയീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുന്ന നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്ത് തൃപ്തി കുറവാ, എന്ത് അസംതൃപ്തി അല്ലെങ്കിൽ താല്പര്യക്കുറവാണ് ഇവർക്കുള്ളത്? യെസ്, ദർ ഈസ്, തീർച്ചയായും താല്പര്യക്കുറവും അതുപോലെ തന്നെ സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? എവിടെ? റിഗാർഡിങ് ഹിസ് ഓർ ഹർ എംപ്ലോയ്മെന്റ്. അവർ ചെയ്യുന്ന ജോലിയില്, തൊഴിലില് അവർക്ക് തൃപ്തി കുറവുണ്ടാകുന്നുണ്ട്, താല്പര്യക്കുറവുണ്ടാകുന്നുണ്ട്. There may be many reasons for it. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് താല്പര്യക്കുറവ്, ഒരു തൃപ്തിക്കുറവ് ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ അതിന് കാരണം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത്തരം എന്താ പറയാ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ ചെയ്യുന്ന ജോലി നമ്മളത് വളരെ മനസ്സിൽ തട്ടി ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി. നമ്മളൊരു ഫുഡ് അടുക്കളയിൽ കിച്ചണിൽ ഉണ്ടാക്കുകയാണ്, അത് എന്താ പറയാ കുറെ സ്നേഹവും വാത്സല്യവും അതും ഇതൊക്കെ കൂടി ഇങ്ങനെ അതിനകത്തൊക്കെ ആഡ് ചെയ്ത് ചേർക്കുമ്പോൾ ആ സാധനം ടേബിളിൽ വരുമ്പോ എന്താകും? ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡായി മാറും ഇല്ലേ? ഒരു നല്ല സ്വാദുള്ള, കാരണം അതിനകത്ത് സ്നേഹവും വാത്സല്യവും എന്താണ്ടൊക്കെ കുറെ സാധനം ആഡ് ചെയ്തിട്ടുണ്ട് ആ മറ്റേ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസിന്റെ കൂട്ടത്തില്. ഇതെന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടണം, അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടം നോക്കി ഞാൻ ഇത് ഉണ്ടാക്കിയതാ, അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോ എന്താണ്? അതിന് രുചി കൂടും. അവർക്കൊന്നും വേണമെങ്കിൽ തന്നാ മതി, ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി, എനിക്കിതൊക്കെ പറ്റുള്ളൂ എന്നുള്ള മൈൻഡില് നമ്മൾ ഫുഡ് ഉണ്ടാക്കി അവിടെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആ മാനസിക അവസ്ഥയാണ്. ചിലപ്പോ അതിനകത്ത് ഉപ്പ് കൂടും, അപ്പൊ വയറ്റ് വെള്ളം വെക്കാൻ കൊള്ളില്ല, അല്ല ചിലപ്പോ എരിവ് കൂടും, അപ്പോഴും നമുക്ക് കഴിക്കുമ്പോ അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. അപ്പൊ എന്ത് വെച്ചും അത് ഇഷ്ടത്തോടെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇഷ്ടത്തോടെ ചെയ്യാത്തത് കൊണ്ട് ഉപ്പ് കൂടോ മുളക് കൂടോ എന്നല്ല ഞാൻ പറഞ്ഞേ, ചില സാഹചര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഒരു അബദ്ധത്തില് അയ്യോ നേരത്തെ ഇട്ടോ മറന്നുപോയല്ലോ അല്ലെ, നമ്മൾ ചിലപ്പോ അറിയാതെ ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ പ്രാവശ്യം ഇട്ടിട്ടില്ലാന്ന് വെച്ച് വീണ്ടും കൊണ്ടുപോയി ഇടും. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ആക്സിഡന്റലി സംഭവിക്കുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. അതല്ലാതെ നമ്മുടെ മനസ്സിന് ചില ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള്, ദേഷ്യമായിക്കോട്ടെ, പല വികാരങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങള് അത്ര പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷനിലും when the employees are working in their organization, they should be satisfied or contented in their duties and responsibilities. അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അവരുടെ ജോലികളൊക്കെ അവർക്ക് ചെയ്യാൻ അവര് തൃപ്തരായിരിക്കണം, അവര് എന്താ പറയാ താല്പര്യമുള്ളവരായിട്ട് മാറണം. അങ്ങനെ വരുമ്പോഴാണ് എംപ്ലോയീസിന് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ചെയ്യുന്ന ജോലി പത്തരമാറ്റി തിളക്കത്തിന് അങ്ങോട്ട് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ എന്തു പറ്റും? അവർക്ക് മനസ്സിന് താല്പര്യക്കുറവൊക്കെ വരും. അത് ആ താല്പര്യക്കുറവുകൾ എന്തായി മാറും അറിയാമോ? ഇറ്റ് ബിക്കംസ് എ കംപ്ലൈന്റ്. കണ്ടോ? അതൊരു എന്താ പറയാ, ഒരു എന്താ പറയാ പരാതികളായിട്ട് മാറും. അങ്ങനെ പരാതികൾ ഉടലെടുക്കാൻ സാധ്യതകൾ ഉണ്ടോ? ഓർഗനൈസേഷനിലുണ്ടോ? പരാതികൾ വരാമോ? വരുമോ? ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് പല തരത്തിലും പരാതികൾ ഉയരാമോ? എന്തിനാ ഒരു പരാതികൾ ഉയർത്തൽ? എന്തെങ്കിലും കാര്യമുണ്ടോ? പറയ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമോ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പരാതികൾ പോലെ പുറത്തേക്ക് വരാം?
ഉറങ്ങിയും തോന്നുന്നുണ്ട് എല്ലാവരും. ഉറങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തുപ്പോ അവിടെ. എന്തിനാണ് പരാതികൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുക? എംപ്ലോയീസിന് എന്തുകൊണ്ട് ഇത്തരം അസംതൃപ്തി, താല്പര്യക്കുറവ്, അവരുടെ തൊഴിലിനോട് അവർക്ക് വലിയ ഇഷ്ടമില്ല, അപ്പൊ അവരങ്ങനെ പല തരത്തിലുള്ള പരാതികളായിട്ട് ഉയർത്തും. അത് എന്തൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കാം ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഇങ്ങനെ എന്താ പറയാ ഫോർമുലേറ്റ് ചെയ്യപ്പെടുക? എന്തിനെ സംബന്ധിക്കുന്ന പരാതികളാവും? അറിയില്ല. യെസ്, നിങ്ങൾ വരട്ടെയാണ്, നിങ്ങളും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരാൾ മാത്രം ഇന്നിങ്ങനെ ഒച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്റെ മധുരമായ സൗണ്ട് കേട്ട് എനിക്ക് തോന്നുന്നു കുറെ പേര് ഉറങ്ങാണോ? വേജസ്, സാലറി, അത് തന്നെ അവരുടെ. ഇപ്പൊ നമ്മള് ജോലിക്ക് വന്നു, നമ്മളൊരു ജോലി ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമ്മൾക്ക് ഒരു സാലറി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വേജസ് പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ഇടുന്ന എഫേർട്ട്, അതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സാലറി അത് പോരാണ്ട് വരുന്നു അല്ലെ? അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് എംപ്ലോയീസിന്റെ മനസ്സിൽ വരും. പിന്നെ അവരോട് ഇങ്ങനെയൊക്കെ ജോലി എന്ന് പറഞ്ഞു, പക്ഷെ ജോലി സ്ഥാപനത്തിൽ വന്ന് ജോലിക്ക് 2 ദിവസം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കിട്ടിയ അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻസ് അത്ര നല്ലതല്ല. മനുഷ്യ ചൂടാവണ് അല്ലെ, ഇത് ചൂടുകാലാണ്, ഒരു ഫാൻ പോലും ഇല്ല അവിടെ. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, വർക്കിംഗ് കണ്ടീഷൻസ് ഫേവറബിൾ ആകാതിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നമുക്ക് എന്താ പറയാ സപ്പോർട്ടീവ് അല്ലാത്ത, നമ്മളെയൊക്കെ വേറെ എന്തോ സാധനത്തെ കാണുന്ന പോലെ കാണുക, അങ്ങനെ. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാനസികമായിട്ടൊക്കെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യും അല്ലെ? അങ്ങനെയൊക്കെ വരുമ്പോ ഇറ്റ് വിൽ ബി അവിടെ ആളുകളുടെ ഇടയിൽ എല്ലാം ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കുരുകുറുക്കലായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് അതൊരു കംപ്ലൈന്റുകൾ, പരാതികളായിട്ടൊക്കെ പോരും. അപ്പൊ ഇങ്ങനെയുള്ള പരാതികൾ ഇഫ് ഇറ്റ് ഈസ് ബീങ് അൺനോട്ടീസ്ഡ് ബൈ ദ മാനേജ്മെന്റ്, അങ്ങനെയുള്ള പരാതികളൊക്കെ ഉയരുമ്പോ മാനേജ്മെന്റ് അത് കണ്ടില്ല എന്ന് വെക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ അവിടെ നടന്നോളൂ, എംപ്ലോയീസ് അല്ലേ, അത് നമ്മൾ ഗൗനിക്കേണ്ട, അതൊക്കെ അവിടെ നടന്നോട്ടെ, നമ്മളതിന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പാടാ എന്നൊക്കെ വിചാരിച്ച് അതിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ ഇടയിൽ വീണ്ടും ഒരു ചിന്ത വരും, കണ്ടോ നമ്മൾ ഇങ്ങനെ പരാതി ഉണ്ടായിരുന്നു, നമ്മളുടെ ഇന്ന ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷേ മാനേജ്മെന്റ് ഈസ് നോട്ട് ഹിയറിംഗ് us. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ മുഖവിലക്കെടുക്കുന്നില്ല, അവർ നമ്മളെ റിജക്ട് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു, അവഗണിക്കുന്നു എന്നുള്ള ഫീലിംഗ് വന്നു കഴിയുമ്പോ അവർക്ക് എന്ത് പറ്റും? ഫീൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അനീതി അല്ലെ, വിവേചനം എന്ന ഫീലിംഗ് വരും. ചില ആൾക്കാരോട് ഇങ്ങനെ ചെയ്യുന്നു, നമ്മളോട് ഇങ്ങനെ, എന്നോട് എന്താ ഇങ്ങനെ, അങ്ങനെയുള്ള വിവേചനങ്ങൾ ഫീൽ ചെയ്യും മനുഷ്യരുടെ മനസ്സിൽ, ആരുടെ? എംപ്ലോയീസിന്റെ. അതൊക്കെയാണ് ഈ ഗ്രീവാൻസ് എന്ന് പറയുന്നത് എന്നുള്ളതിന് രൂപം കൊടുക്കുക. അതാണ് ഈ തൃപ്തിക്കുറവ്. കണ്ടോ? അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകള് ഓർഗനൈസേഷനിൽ വർക്കിംഗ് എംപ്ലോയീസിന് ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഇറ്റ് ഷുഡ് ബി നോൺ ടു ദ മാനേജ്മെന്റ്, അത് കൃത്യമായിട്ട് മാനേജ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അവരുടെ വിഷമം, ബുദ്ധിമുട്ട്, പരാതി, അത് നമുക്ക് കേൾക്കാൻ സമയമെടുത്ത് നമ്മൾ കേൾക്കണം. ആ പരാതികൾ നമ്മൾ ശ്രമിച്ച് അതിന് വേണ്ട തക്കതായ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതല്ല എങ്കിലാണ് അവരുടെ മനസ്സിൽ എന്ത് തോന്നുക? അനീതിയോ വിവേചനോ ആണെന്നൊക്കെ ഫീൽ ചെയ്യുക. ആ വിവേചനവും അനീതിയുമായിട്ടുള്ള ഫീലിംഗ് മനസ്സിൽ കിടന്ന് ഇറ്റ് ബിക്കംസ് ദ ഫോം ഓഫ് ഗ്രീവൻസ്. അതെന്തായി തീരും? അത് ഈ പറഞ്ഞ താല്പര്യക്കുറവ്, തൃപ്തിക്കുറവായിട്ട് തീരും. ക്ലിയർ ആയോ? ഇവിടെ വരെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതെല്ലാം ഫുള്ള് ഇമ്പോർട്ടന്റും ആണ്. ഇത്രയും വരെ ഞാൻ പറഞ്ഞോളൂ, ഒന്ന് വായിച്ചു നോക്കുക, അത് ക്ലിയർ ആയോ എന്ന് നോക്കുക. സെന്റൻസ് ആകെ 2 സെന്റൻസേ ഉള്ളൂ, അത് 3 സെന്റൻസ് ആണുള്ളത്. സെന്റൻസ് ആ ഫീലിംഗ് ആണ് ഗ്രീവാൻസിന് കാരണമാകുന്നത്. 3 സെന്റൻസ് ആണ് ഞാൻ പറയുന്നത്, വായിച്ചു നോക്കിയേ. വായിച്ചിട്ട് നോക്കിയാണെങ്കിലും പറയാം. ആ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 3 സെന്റൻസ് ആണ് എടുത്തോളൂ, 3 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ആണോ? യെസ്. സോ
എവറി ഓർഗനൈസേഷൻ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ എസെൻഷ്യൽ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനിൽ ഗ്രീവൻസ് എന്ന് പറയുന്ന കാര്യം. മനസ്സിലായി? അപ്പൊ ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാനേജ്മെന്റ് എത്രയും പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്തോളും. ആസ് സൂൺ ആസ് പോസിബിൾ. ഒരു സമയം പോലും ഒരിത്തിരി പോലും മെനക്കെടാതെ, സമയം കളയാതെ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ഡീൽ ചെയ്തോളണം. അല്ല ഇപ്പൊ പരാതികളുണ്ട്, പരിഭവങ്ങളൊക്കെ അവിടെ നടക്കട്ടെ, കുറച്ച് കഴിയട്ടെ, മാറുമെന്ന് നോക്കാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സാവകാശം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത്തരം കാര്യങ്ങളുണ്ടെന്ന് വേഗം തന്നെ തീർക്കാം. കാരണം ഇത്തരം അതൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി കുറവ്, താല്പര്യക്കുറവ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് അറിയാം. ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദെയർ ജോബ്, ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദെയർ പെർഫോമൻസ്. അവർ ചെയ്യുന്ന ജോലിയിൽ അത് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യും. ഒന്ന് വീണ്ടും നമ്മുടെ വീടുകളിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ആയിക്കോട്ടെ, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, തുണി വാഷ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, എല്ലാം അല്ലെ. നമ്മളുടെ ഇത്രയും എല്ലാ ജോലിയും ഞങ്ങൾ ഈ വീട്ടിൽ കാത്തുടങ്ങി വൈകുന്നേരം വരെ ഒരു കൂലിയില്ലാത്ത ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ അവിടെ എല്ലാവരും കാര്യമുണ്ട് കേട്ടോ. കാലത്ത് പോകുന്നതിന് മുമ്പ് ഒന്ന് സൂചിപ്പിച്ചു ഹസ്ബൻഡിനോട്. വൈകുന്നേരം വന്നപ്പോ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തു. തിരിച്ച് യാതൊരു രീതിയിലുള്ള റിപ്ലൈ ഇല്ല. ചിലപ്പോഴൊക്കെ മൗനം സമ്മതം എന്ന പോലെ പിള്ളേരുടെയൊക്കെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾക്ക് പറയുന്ന കാര്യത്തിന് ഒരു പരിഗണനയോ അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈയോ അതിന് എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂഷനോ നമുക്ക് കിട്ടാതെ വരുമ്പോ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ, ഭാഗത്ത് ചെവി കൊടുക്കണ്ടോ, അല്ലെ? സോ വി ഫീൽ സം ഇൻജസ്റ്റിസ്. നമുക്ക് തോന്നും ഇതെന്താ, ഞാൻ ഇത് എല്ലാ കാലത്തോടെയും വൈകുന്നേരം വരെ ഈ വീടിന് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്റെ ഒരു കാര്യം വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് അത് ചെയ്യുന്നില്ല. പിന്നെന്ത് ചെയ്യും? മൂന്നാമത്തെ ദിവസം പറഞ്ഞേ അത് ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ഡ്യൂട്ടീസ്, ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലി, കഞ്ഞി വെക്കുന്ന കാര്യമായിക്കോട്ടെ, വീട് ക്ലീൻ ചെയ്തൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തില്ല, പറ്റിയില്ല, നടുവിന്ന് എനിക്ക് പറ്റില്ല എന്നുള്ള മൈൻഡിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞില്ലെങ്കിലും പ്രവർത്തിക്കാതെ, ആക്റ്റീവ് ആകാതെ നമ്മൾ അങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് അവിടെ വേണമെങ്കിൽ തട്ടിമുട്ടിയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തത് നിൽക്കും. കണ്ടോ? അതാണ് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡിസ്കണ്ടന്റ്മെന്റ് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും ചെയ്യുന്ന ജോലിയിൽ അവൻ ചെയ്യുന്ന പ്രവർത്തികൾ റിഫ്ലക്ട് ചെയ്യും. സോ ദാറ്റ് ഇൻ എവറി ബിസിനസ് ഓർഗനൈസേഷൻ ഗ്രീവൻസ് മാനേജ്മെന്റ് ഷുഡ് ബി ഡെൽറ്റ് വിത്ത്. ഗ്രീവൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, അത്തരം തൃപ്തി കുറവിനെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഈ ഗ്രീവൻസുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നല്ല നടപടികൾ സ്വീകരിക്കണം. ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രൊസീജിയർ ത്രൂ വിച്ച് മാനേജർ ഡീൽസ് വിത്ത് ദ ഗ്രീവൻസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഗ്രീവൻസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഗ്രീവൻസ് മാനേജ്മെന്റ് എല്ലാ ബിസിനസ്സിലും വേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഗ്രീവൻസ് മാനേജ്മെന്റ് ഈസ് ദ പ്രൊസീജിയർ ത്രൂ വിച്ച് മാനേജർ ഡീൽസ് വിത്ത് ദ ഗ്രീവൻസ് ഓഫ് ഹിസ് എംപ്ലോയീസ് ഡ്യൂറിംഗ് ഹിസ് സർവീസ്. ഓരോ എംപ്ലോയീസും അവർ ചെയ്യുന്ന ജോലിയിൽ, അവരുടെ സേവനത്തിന് അവർക്കുണ്ടാകുന്ന ഗ്രീവൻസുകളെ മാനേജേഴ്സ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഗ്രീവൻസ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം. ഓക്കെ, യെസ്, നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗം പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. ഓക്കെ, വായിച്ചു നോക്കാമല്ലോ അല്ലേ? വായിച്ചു നോക്കൂലേ? ഓക്കെ, സോ താങ്ക് യു, ബൈ. താങ്ക് യു.